5014 വോട്ടുകൾ 5014ലേക്ക് ഇപ്പോൾ ലീഡ് എത്തുന്നു. ആദ്യമായി 5000 തൊടുകയാണ്. 5014 വോട്ടുകളുടെ ലീഡ്. ഇത് ഏത് റൗണ്ടാണ്? ആര്യാടൻ ഷൗക്കത്ത് 3986 വോട്ട്, എം സ്വരാജ് 3123 വോട്ട്, പി വി അൻവർ അവിടെയും 1103 വോട്ട് പിടിച്ചിരിക്കുന്നു. ആരുടെ കൈയടി? എടക്കര കൈവിടുന്നില്ല. എടക്കര കൈവിടുന്നില്ല. കോൺഗ്രസിന്റെ എടക്കരയിലെ പോക്കറ്റുകളിലേക്ക് കടക്കുമ്പോൾ ഇതാ ആര്യാടന്റെ ലീഡ് 5000 കടന്ന് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ തിരിച്ചടികളില്ല. ആദ്യ പഞ്ചായത്തുകളിൽ ലക്ഷ്യമിട്ട വമ്പൻ ഭൂരിപക്ഷമില്ലെങ്കിലും കംഫർട്ടബിൾ ആണ്. ലീഡ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 5049. ഏത് ഘട്ടത്തിലും 5000 കടന്നാൽ പിന്നെ ഇനി ഞങ്ങൾക്ക് പിന്നോട്ട് പോക്കില്ല എന്ന് കോൺഗ്രസിന്റെ നേതാവ് രാവിലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. വലിയൊരു കടമ്പ പിന്നിടുകയാണ്. എടക്കര എന്ന വലിയ കടമ്പ. അവിടെ അടിയൊഴുക്കുണ്ടാകുമോ എന്ന വലിയ ആത്മവിശ്വാസക്കുറവ് പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. വൈകാരികമായ പലതും അവിടെ നിലനിൽക്കുന്നു. വി പ്രകാശിന്റെ മരണം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടു. കുടുംബവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വന്നു. അങ്ങനെ എടക്കരയിൽ എന്ത് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കോൺഗ്രസ് കേട്ടതോ കണ്ടതോ ആയ കാണാം നമുക്ക് സ്ക്രീനിൽ. വി എസ് ജോയെ എടുത്തുയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് അവിടെ UDF-ന്റെ പ്രവർത്തകർ. അവർക്ക് അച്ചടക്കത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിന് നേതൃത്വം നൽകിയ നേതാവിനെ അവരുടെ DCC പ്രസിഡന്റിനെ ആഘോഷത്തിന്റെ ഭാഗമായി എടുത്തുയർത്തുന്നു. അപ്രതീക്ഷിതമായി അതൊന്നും സംഭവിക്കുന്നില്ല. എടക്കരയിൽ അതായത് ഒരേ പാറ്റേൺ തുടരുകയാണ്. അൻവർ വോട്ട് പിടിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ UDF ലക്ഷ്യം വെച്ച കനത്ത ഭൂരിപക്ഷം കിട്ടിയേക്കില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ നിലയിൽ 10000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്തിന് വിജയിക്കാം. കേരളം കണ്ട അതിഗംഭീരമായ അതിവാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കംഫർട്ടബിളായി ജയിക്കാൻ UDF-നെ സംബന്ധിച്ച് കഴിയുന്നു. 5049 വോട്ടുകൾക്ക് മുമ്പിലാണ് എടക്കര എണ്ണുമ്പോൾ. എടക്കര കുറച്ച് ടൈറ്റായി മത്സരം വരേണ്ട സ്ഥലമാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ച് ലീഡ് നില മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയുന്നു. മികച്ച ലീഡ് നില മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നതിന്റെ അർത്ഥം UDF ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്.